മിക്കവാറും ദിവസങ്ങളിൽ അനിയേട്ട പണിക്ക് പോയിട്ട് വരുമ്പോഴാണ് വീട്ടിലേക്കുള്ള മീൻ വാങ്ങല്. ഇന്ന് 2 കവറിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ 2ഉം ചട്ടിയിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒതളയാണ് കേട്ടാ, മറ്റേതാ കുറച്ച് ചെമ്മീനും കൂടി ഉണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ ചെമ്മീനാന്ന് കിട്ടിയിട്ടുണ്ടായിനി. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒതളയെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ മീനെ ഈടെ ഒതളാന്നാ പറയല്, നിങ്ങളെ നാട്ടിലെല്ലാം എന്നാ പേര് പറയല് ഒന്ന് കമന്റ് ചെയ്യണേ. ചെമ്മീൻ കുറച്ചേ ഉണ്ടായിട്ടു, പക്ഷെ രാത്രിക്കേക്ക് തട്ടിമുട്ടി പോകാൻ വേണ്ടിട്ട് അതന്നെ ധാരാളാണ്. ഇന്ന് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിനി. അപ്പൊ ഞാനും അമ്മയും കൂടി ഉച്ചക്ക് നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അത് ഇത്ര വലുതല്ല, ചെറിയ ചെമ്മീനാണ്. അതിന്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ഇപ്പം കിട്ടിയ ഈ ചെമ്മീൻ കുറച്ച് വലുതാണെങ്കിലും എണ്ണത്തിൽ കുറവായതുകൊണ്ട് മാക്സിമം മുതലാക്കാന്ന് വിചാരിച്ചിട്ട് തലയും കൂടി എടുക്കുന്നുണ്ട്. ചെമ്മീൻ്റെ ഉള്ളിൽ ഒരു നാര് പോലത്തെ സാധനം ഉണ്ട്, അതെല്ലാം വലിച്ചു കളഞ്ഞാലും വലിയ ചെമ്മീൻ്റെ ഉള്ളിൽ ഇതുപോലെ വൃത്തിയാക്കാൻ പിന്നെയും ഉണ്ടാവും. അത് കത്തിയെല്ലാം വെച്ചിട്ട് വരഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉണക്കച്ചെമ്മീനിൽ മാങ്ങിയെടുത്ത് കുറെ കറി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും പച്ചച്ചെമ്മീനിൽ ഇതുവരെ മാങ്ങിയിട്ട് കറി വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ മാത്രമല്ല അമ്മയും അതുപോലെ തന്നെ. പണ്ട് മുതലേ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാല് അമ്മ വറുത്തരച്ച് കറി വെക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലു, അങ്ങനെ കൂട്ടി ശീലിച്ചിട്ടുള്ളൂ. പിന്നെ അന്ന് റോസ്റ്റ് എല്ലാം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, പക്ഷെ മാങ്ങിയിട്ട് ഇതുവരെ കറി വെച്ചിട്ട് കഴിക്കാത്തോണ്ടാണെന്നും തോന്നും. മാങ്ങിയിട്ട് കറി വെച്ച് കഴിഞ്ഞാല് രസം ഉണ്ടാവില്ലയോ എന്നുള്ള തോന്നലാണ്. എന്നാ പിന്നെ ഇന്ന് ചെമ്മീൻ മാങ്ങിയിട്ട് തന്നെ കറി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ 2 വഴുതനങ്ങ ഉണ്ടായിനി, അത് ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ട് മഞ്ഞളും ഉപ്പും പറങ്കിയും കുരുമുളകെല്ലാം ഇട്ടിട്ട് മീൻ പൊരിക്കുന്ന പോലെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടാ. ഇവിടെ എല്ലാവർക്കും വഴുതനങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പാത്രം കുറച്ച് ചെറുതായി പോയി, അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു വിധത്തിൽ അങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് സ്റ്റൂ ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടായിന്, അതും കൂടി ഞാൻ ഈ ചെമ്മീൻ മാങ്ങിയിട്ട കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി റെഡിയായി വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിക്കുട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. മാങ്ങിയിട്ട ചെമ്മീൻ കറി എനിക്ക് ഒരുപാട് ഇഷ്ടമായി.